യേശു കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഈ മനുഷ്യനെ കണ്ടു. വേറെ ആരെയൊക്കെ അവിടെ കാണാനുണ്ട്? അല്ല, ഈ കുരുടൻ മാത്രമേ അവിടെ ഉള്ളൂ? ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്ന ഒരു സമൂഹം അവിടെ നിൽക്കുമ്പോഴും, അഭിഷേകത്തെയും വിളിയെയും ശുശ്രൂഷയെയും വിമർശിക്കുന്ന ഒരു കൂട്ടം അവിടെ നിന്ന് വിധിക്കുമ്പോഴും, വായി വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സമൂഹം അവിടെ ചർച്ചകൾ നടത്തുമ്പോഴും, യേശുവിൻ്റെ ഫോക്കസ് ഈ കയ്യിൽ, ഇവന്റെ കയ്യിൽ കല്ലെത്ര ഉണ്ടെന്നോ, ഇവനിത് എപ്പോ എറിയുമെന്നോ, അവൻ അവിടെ നിന്ന് എന്തുവാ പറഞ്ഞെന്നോ ഒന്നുമല്ല. യേശുവിന്റെ നോട്ടം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്കായിരുന്നു. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താ? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പിശാച് ബാധിച്ചവരെ വിടുവിക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യമുണ്ടാകാൻ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് വിമർശകന്മാർക്ക് മറുപടി കൊടുക്കുവാനല്ല, വിധികർത്താക്കന്മാരുടെ ആരോപണങ്ങൾക്ക് മറുതലിച്ച ആരോപണങ്ങൾ ഉന്നയിക്കാനല്ല. എന്നെയും നിന്നെയും ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതിന്റെ പിറകിൽ ഒരു ദൈവിക ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ, ആ ഉദ്ദേശത്തെ എൻ്റെ ദൈവം നിവർത്തീകരിക്കും. അടിസ്ഥാനമിട്ടവൻ പണി പൂർത്തീകരിക്കാതെ അവന്റെ കരം പിൻവലിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക.